പുതിയ വ്യവസ്ഥകളൊന്നുമില്ലാതെ ഗാസയിൽ വെടിനിർത്തൽ കരാർ നടപ്പിലാക്കാനുള്ള സന്നദ്ധത അറിയിച്ച ഹമാസ് കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട പ്രസ്താവനയിലാണ് ഹമാസ് ഇക്കാര്യം അറിയിച്ചത്. ഗാസയിലെ നിലവിലെ കാര്യങ്ങൾ ചർച്ച ചെയ്യുന്നതിന്റെ ഭാഗമായി മധ്യസ്ഥ ചർച്ചകൾക്ക് നേതൃത്വം നൽകുന്ന ഖത്തർ പ്രധാനമന്ത്രി ഷെയ്ഖ് മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ അൽ താനി, ഈജിപ്ത് ഇന്റലിജൻസ് മേധാവി അബ്ബാസ് കമൽ ഉൾപ്പെടെയുള്ളവരെ ഹമാസിന്റെ മുതിർന്ന ഉദ്യോഗസ്ഥനായ ഖലീൽ അൽ ഹയ്യയുടെ നേതൃത്വത്തിലുള്ള സംഘം കണ്ടതായും പ്രസ്താവനയിൽ പറയുന്നു. മധ്യസ്ഥ ചർച്ചകൾ നടത്തുന്നവരെയാണ് വെടിനിർത്തൽ നടപ്പിലാക്കാനുള്ള സന്നദ്ധത ഹമാസ് അറിയിച്ചത്. കഴിഞ്ഞ 11 മാസമായി തുടരുന്ന യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി പലവട്ടം ചർച്ചകൾ നടത്തിയിരുന്നതാണ്. എന്നാൽ രണ്ട് പക്ഷത്തു നിന്നും പല നിർദ്ദേശങ്ങളും അംഗീകരിക്കാത്തതുമൂലം കരാർ നടപ്പിലാക്കുന്നതും നീണ്ടുപോവുകയായിരുന്നു. ഈജിപ്ത് ഗാസ അതിർത്തിയിലെ ഫിലാഡൽഫി ഇടനാഴിയുടെ നിയന്ത്രണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ മധ്യസ്ഥ ചർച്ചകളിൽ ഉയർന്നു വന്നിരുന്നു. നിലവിൽ ഫിലാഡൽഫി ഇടനാഴിയുടെ നിയന്ത്രണം ഇസ്രായേൽ സൈന്യം ഏറ്റെടുത്തിരിക്കുകയാണ്. ഇവിടം ഹമാസിന് വിട്ടുകൊടുക്കുന്നത് തീവ്രവാദ പ്രവർത്തനങ്ങൾക്ക് വീണ്ടും കരുത്ത് പകരുന്നതിന് തുല്യമാണെന്ന് ഇസ്രായേൽ ചൂണ്ടിക്കാണിക്കുന്നു. വെടിനിർത്തൽ കരാർ സംബന്ധിച്ച് വരും ദിവസങ്ങളിൽ വ്യക്തത വരുമെന്ന് ചർച്ചകളുടെ ഭാഗമായ ഡയറക്ടർ വില്യം ബേൺസ് അറിയിച്ചിട്ടുണ്ട്. ഗാസയിൽ വെടിനിർത്തൽ വേണം എന്ന ആവശ്യത്തെ പിന്തുണച്ച് വിദേശകാര്യമന്ത്രി ജയശങ്കറും രംഗത്ത് വന്നിരുന്നു. ഇന്ത്യ GCC വിദേശകാര്യമന്ത്രിമാരുടെ ആദ്യ യോഗത്തിൽ സംസാരിക്കവെയാണ് ഇസ്രായേൽ ഗാസ സംഘർഷത്തിൽ ഇന്ത്യ നിലപാട് വിശദീകരിച്ചത്. ലോകത്തിന്റെ നിലവിലെ ഏറ്റവും വലിയ ആശങ്ക ഗാസ യുദ്ധമാണ് എന്ന് അദ്ദേഹം പറഞ്ഞു. നിഷ്കളങ്കരായ ജനങ്ങളാണ് മരിച്ചു വീഴുന്നത്. ഇതിൽ ഇന്ത്യക്ക് ദുഃഖമുണ്ട്. ഭീകരവാദത്തെയും ജനങ്ങളെ ബന്ദികളാക്കുന്നതിനെയും ഇന്ത്യ അനുകൂലിക്കുന്നില്ല. പാലസ്തീനിൽ അടിസ്ഥാന സൗകര്യങ്ങൾ വളർത്താൻ ഇന്ത്യ സംഭാവനകൾ നൽകിയിട്ടുണ്ടെന്ന് മന്ത്രി പറഞ്ഞു. ദുരാഷ്ട്ര പരിഹാരം വേണമെന്ന് നിലപാട് ഇന്ത്യ ആവർത്തിച്ചു. വിവിധ GCC രാഷ്ട്രമന്ത്രിമാരുമായും രാഷ്ട്രത്തലവന്മാരുമായും ഇന്ത്യൻ വിദേശകാര്യമന്ത്രി കൂടിക്കാഴ്ച നടത്തി. സൗദി അറേബ്യ വിദേശകാര്യമന്ത്രി ഫൈസൽ ബിൻ ഫർഹാൻ അൽ സൗദ്, ബഹ്റൈൻ വിദേശകാര്യമന്ത്രി ഡോക്ടർ അബ്ദുൽ ലത്തീഫ് ബിൻ റാഷിദ് അൽ സയാനി, ഖത്തർ പ്രധാനമന്ത്രി മുഹമ്മദ് ബിൻ അബ്ദുൾ റഹ്മാൻ ബിൻ ജാസിം അൽ താനി എന്നിവരെ ജയശങ്കർ നേരിൽ കണ്ട് ചർച്ച നടത്തി. ഇരുവരും ഉഭയകക്ഷി ബന്ധം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ചും ചർച്ച ചെയ്തു. കഴിഞ്ഞ മാസം കുവൈത്തിലെത്തി മന്ത്രി S ജയശങ്കർ വിദേശകാര്യമന്ത്രിയെയും ഉന്നത ഭരണ നേതൃത്വത്തിലുള്ളവരെയും സന്ദർശിച്ചു. ഇതിന്റെ തുടർച്ചയായാണ് ചർച്ച. പശ്ചിമേഷ്യയുമായുള്ള ബന്ധവും സഹകരണവും ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി ജൂൺ മാസത്തിൽ മന്ത്രി UAE സന്ദർശനം നടത്തിയിരുന്നു. ഇന്ത്യ UAE ഉഭയകക്ഷി ബന്ധം ശക്തിപ്പെടുത്തുന്നത് സംബന്ധിച്ച് അദ്ദേഹം UAE വിദേശകാര്യമന്ത്രി ഷെയ്ഖ് അബ്ദുള്ള ബിൻ സായിദ് അൽ നഹ്യാനുമായി കൂടിക്കാഴ്ച നടത്തുകയുണ്ടായി. അതേസമയം റിയാദിൽ നിന്ന് ജയശങ്കർ ജർമ്മനിയിലേക്ക് പോയിരിക്കുകയാണ്. 2 ദിവസത്തെ സന്ദർശനമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. സന്ദർശനത്തിൽ ജർമ്മൻ വിദേശകാര്യമന്ത്രിയുമായും മറ്റു പ്രമുഖ നേതാക്കളുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. സഹകരണത്തിന്റെ പുതിയ മേഖലകൾ മന്ത്രി അന്വേഷിക്കും. ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസ് അടുത്ത മാസം ഇന്ത്യ സന്ദർശിക്കാനിരിക്കെയാണ്. ഇത് സംബന്ധിച്ച കാര്യങ്ങളും മന്ത്രി ചർച്ച ചെയ്യും. സുരക്ഷിത മേഖലയായി പ്രഖ്യാപിച്ച 10 ക്യാമ്പുകളിൽ ബോംബിട്ടതിന് പിന്നാലെ മധ്യ ഗാസയിലെ സ്കൂളിലും ബോംബ് മിസൈൽ ആക്രമണം നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ സൈന്യം. നുസ്രൈത്ത് അഭയാർത്ഥി ക്യാമ്പിൽ താൽക്കാലിക അഭയ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന സ്കൂളാണ് ആക്രമിച്ചത്. കൊല്ലപ്പെട്ടവരിൽ 2 UN പ്രവർത്തകരും ഉൾപ്പെടുന്നു. 18 പേർക്ക് പരിക്കേറ്റു. തുടർച്ചയായ 2ാം ദിനമാണ് ഇസ്രായേൽ സൈന്യം സുരക്ഷിതം എന്ന് പ്രഖ്യാപിച്ച ഇടങ്ങളിൽ ബോംബാക്രമണം നടത്തുന്നത്. ഒറ്റ ദിവസത്തിൽ 64 പേരാണ് മുനമ്പിലേക്ക് ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടത്. 104 പേർക്ക് പരിക്കേറ്റു. അതിനിടെ ഗാസയിൽ 5.3 ലക്ഷം കുട്ടികൾക്ക് പോളിയോ വാക്സിന്റെ ആദ്യ ഡോസ് നൽകി. ഗാസയിൽ ഹമാസ് 6 ബന്ദികളെ താമസിപ്പിക്കുകയും കൊലപ്പെടുത്തുകയും ചെയ്തതായി ആരോപിക്കപ്പെടുന്ന തുരങ്കത്തിന്റെ ചിത്രം ഇസ്രായേൽ സൈന്യം കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു. വെസ്റ്റ് ബാങ്കിൽ 30 പാലസ്തീൻകാരെ ഇസ്രായേൽ സൈന്യം അറസ്റ്റ് ചെയ്തു. ന്യൂസ് ഡെസ്ക് കർമ്മ.